created this home for us a sanctuary. Here Jesus healed the demon-possessed person in the church. Then he healed the paralytic man in a home. ഇവിടെ സമൂഹത്തിൻ്റെ ഒരു അനുഭവത്തെ പറ്റിയാണ് പഠിക്കുക. കുഷ്ഠരോഗി അതിനിടയ്ക്ക് സൗഖ്യമാക്കുന്നത് വിവരിച്ചിരിക്കുന്നു. Each and every incident the gospel writer included in these passages within a great intention. The intention is very clear. Intention is, says Christ the Lord. Christ, the power is beyond all the powers in the world. Jesus is a healer. അതാണ് intention. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമ്പോൾ തൊടാൻ പറ്റാത്ത ഒരുത്തിനെ യേശു സൗഖ്യമാക്കി. When he touched the leper, the lesson is very clear. He is the man, he is the Jesus, he is the Lord, wants to touch those who are feeling the untouchability in the world, in the society. യേശു തന്നെ നേരിട്ട് തൊടുകയാണ്. Here in the home 4 പേര് അവർ പക്ഷപാതക്കാരനെ തൊടുകയാണ്. ഇതാണ് ഈ ഭാഗത്തിൻ്റെ എല്ലാം ഒരു പ്രതിപാദ്യ വിഷയം. യേശു ദൈവം നേരിട്ട് തൊട്ട് കാണിച്ചു. ഇപ്പോൾ പക്ഷപാതക്കാരനെ 4 പേര് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു. The significance of society is very much highlighted in this passage. യേശു ഖവർന്നഹൂമിലെ വീട്ടിലെത്തുകയാണ്. ഖവർന്നഹൂം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രവർത്തന കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഖവർന്നഹൂം. ഖവർന്നഹൂമിൽ തൻ്റെ ശുശ്രൂഷ വളരെ ഒത്തിരി ജെൻറ്റൈൽസ് താമസിക്കുന്ന സ്ഥാനമാണ്. ഫിഷർ ഫ്ലോക്ക് താമസിക്കുന്ന സ്ഥാനമാണ്. കുഷ്ഠരോഗികളുള്ള സ്ഥാനമാണ്. സോ the people of Jewish community always away from this region. മാറി നിൽക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ യേശു അവിടെയാണ് കൂടുതൽ പ്രവർത്തിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ ആർക്കും അവിടെ കയറാൻ സ്ഥലമില്ല. എന്താണ് കാരണം? ജീസസ് ഈസ് ദെയർ. യേശു വീട്ടിലുണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം വീട്ടിലേക്ക് വരികയാണ്. ഇന്ന് യേശു നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ പിന്നെ ആളുകളുമായിട്ട് അടുപ്പമില്ലാതാകുക. യേശുവിനെ അങ്ങ് അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെല്ലാം നമ്മൾ കുറ്റം കാണും. ആ പ്രാർത്ഥന ശരിയല്ല, ഇവരുടെ പ്രാർത്ഥന ശരിയല്ല എന്ന് നമ്മളെപ്പോഴും പറയും ഞാൻ യേശുവുമായിട്ടുള്ള ബന്ധമാണ്, അതുകൊണ്ട് നീയുമായിട്ടുള്ള ബന്ധം എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയും. ഇവിടെ പറയുന്നത് എന്താണ്? When Jesus came that home, everybody attended that prayer. വാതുക്ക പോലും ഇടയില്ലാതെ വണ്ണം filled with the people. എത്ര അനുഗ്രഹമാണ്! സാങ്ച്വറിയുടെ ഒരു കോൺസെപ്റ്റ് അതാണ്. The home is a sanctuary means, സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വർഷിപ്പിന് ആളുകൾ തിങ്ങി നിറയുന്ന സ്ഥാനമാണ്. അവിടെ ഒരു അത്ഭുതം നടക്കുന്നത് എങ്ങനെയാണ്? പക്ഷപാതക്കാരനെ 4 പേര് ചുമന്നുകൊണ്ട് വന്നു. The significance of the community is very much highlighted in this passage. 4 പേർ ചേർന്ന് ഒരുത്തിനെ തൊടുകയാണ്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കാൻ പറ്റുന്നില്ല. ഈ പാസേജസിലെല്ലാം നമുക്ക് കാണാം അശുദ്ധാത്മാവ്, കുഷ്ഠം, അതിനിടയ്ക്ക് പത്രോസിൻ്റെ അമ്മായിമ്മയുടെ പനി മാറ്റുന്നു, പനി, ഇവിടെ പക്ഷപാതം. അത് കഴിഞ്ഞ ഉടൻ ലേവി ചുങ്കക്കാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരാൾ നടക്കണമെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് വേണം. ഈ പാസേജ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പഠിക്കുന്നത് ഐ കനോട്ട് സ്റ്റാൻഡ് ദിസ് വേൾഡ് വിത്തൗട്ട് യുവർ ഹെൽപ്പ്. നിന്റെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നാണ്. ഇന്ന് നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യം എന്താണ്? എനിക്ക് നിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, എനിക്ക് ഏതവൻ്റെ ആവശ്യം വേണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ യേശുവിനെ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. ഹിയർ വി ആർ സിറ്റിംഗ്, ഓൾ ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ലോഡ്. ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് ഇവിടെ ഇരിക്കുന്നതല്ല. ഞാൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്, ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. മാസ്റ്റർ പീസായിട്ടുള്ള ക്രിയേഷൻ ആയിരിക്കുന്ന നിങ്ങൾ പറയുകയാണ് ഞാൻ കൊള്ളത്തില്ല, പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? അപ്പോൾ മാസ്റ്റർ പീസ്, ഞാനിപ്പോൾ ഒരു നല്ല പടം വരച്ചു, എനിക്ക് അതിനുള്ള കഴിവില്ല, പടം വരയ്ക്കാനുള്ള കഴിവില്ല, ബാക്കിയല്ല പടം വരച്ചെന്ന് വെച്ചു. ഞാൻ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ആ പടം വരച്ച് കഴിഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ, ഞാൻ മനുഷ്യനെയാണ് വരച്ചത്, പക്ഷേ ഒരാൾ പറയും ഇത് പട്ടിയാണല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടത്തില്ല. കാരണം ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് വരച്ചതാണ്, നമ്മളും ചെയ്യുന്നതാണ്. ഒരാളെ മോശമാണെന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ മാസ്റ്റർ പീസിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഞാൻ ദൈവത്തെയാണ് ഇഷ്ടപ്പെടാത്തത്, ദൈവത്തെയാണ് എതിർക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഇവിടെ നോക്കിക്കേ, പക്ഷപാതക്കാരനെ തൊടാൻ 4 പേരെത്തി. 3 പേരും 4 പേര് ചേർന്ന് ഇവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവയ്ക്കുകയാണ്. 2 obstacles in front of the paralytic man or the community. ഒന്ന് വീടാണ്, ക്രൗഡ്. അത് നോർമലായിട്ടുള്ള ഒരു ഒബ്സ്റ്റക്കിളാണ്, ജീവനുള്ള ഒബ്സ്റ്റക്കിളാണ്, ലിവിങ് ഒബ്സ്റ്റക്കിൾ. ക്രൗഡ് എപ്പോഴും ക്രൗഡ് ഒരു ഒബ്സ്റ്റക്കിളാകാം. 2, റൂഫ് ഈസ് ദ അനദർ ഒബ്സ്റ്റക്കിൾ, നോൺ ലിവിങ് ഒബ്സ്റ്റക്കിളാണ്. ഈ 2 ഒബ്സ്റ്റക്കിളിനെ മറികടന്ന് ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ വർക്ക് ചെയ്തു? സാധാരണ ഈ ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോഴേ ഈ 4 പേരിൽ 2 പേരിട്ടിട്ട് പോകേണ്ടതാണ്. ഇതാണ് ദ പവർ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഈ പാസേജ് യേശു പറയുമ്പോൾ കുഷ്ഠരോഗിയെ തൊട്ട് കഴിഞ്ഞ ഉടൻ പക്ഷപാതക്കാരനെ 4 പേര് ചേർന്ന് തൊട്ടപ്പോൾ പറയുന്നത് എന്താണ്? ഒരാളുടെ ഹീലിംഗ് പ്രോസസ്സിൽ കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തൗട്ട് ദ കമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻസ് വി കനോട്ട് എൻ്റർ ഇൻ ദ പ്രോസസ് ഓഫ് ഹീലിംഗ്. എത്ര പവറായിട്ടുള്ള ഒരു കാര്യമാണ്, എത്ര ശക്തിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ മറ്റൊരാളൂടെ വിചാരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ 4 പേര് ചേർന്ന് വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു. മേൽക്കൂര പൊളിച്ചു എന്ന് പറഞ്ഞാൽ പാലസ്തീനിലെ അന്നത്തെ കാലത്തുള്ള വീടുകളെല്ലാം മേല് ഇങ്ങനെ മാറ്റി വെക്കാവുന്നതാണ്. വറവ് കാലമാകുമ്പോൾ ഇവർ ആ മേൽക്കൂര എടുത്ത് മാറ്റി വയ്ക്കും. മൊബൈൽ രീതിയാണ്. പിന്നെ മഴ വരുമ്പോൾ എടുത്തു വെക്കും. അതിന് ചില പണിയൊക്കെ ഉണ്ട്, അതിന് വലിയ പ്രൊസീജിയറൊക്കെ ഉണ്ട്. അപ്പോൾ മേൽക്കൂര പൊളിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ 4 പേര് ചേർന്ന് പൊളിച്ചു എന്നല്ല. അപ്പോൾ ആ കമ്മ്യൂണിറ്റി മുഴുവൻ റെഡിയായിരുന്നു. The 4th person changed the mindset of the entire crowd. 4 പേര് ചേർന്ന് ഏജ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ആരെങ്കിലും മേൽക്കൂര പൊളിക്കാൻ പറ്റുമോ? സാധാരണ ബാക്കി എല്ലാവരും കൂടി അവനെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. മേൽക്കൂരയൊന്നും പൊളിക്കാൻ ഒക്കത്തില്ല ഹിയർ. എന്നാൽ the 4th person changed the mindset of the crowd, the mindset of the house owner and the mindset of Jesus. എത്ര വലിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ how we can transform the community to a common cause? This is the lesson we have to take from this passage. 4 പേര് ചേർന്ന് എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ചെയ്യാൻ സാധിക്കും? നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഓ ആര് രക്ഷപ്പെടുത്തുന്നില്ല, ഓ അത് ശരിയാകത്തൊന്നുമില്ല, ഓ ഇതൊന്നും ശരിയാകത്തൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? 4 പേര് ചേർന്ന് ഒരു എൻ്റയർ സിസ്റ്റത്തെ തന്നെ മാറ്റി. ഒരാൾക്ക് അതുകൊണ്ട് അനുഗ്രഹമായി തീർന്നു. ഈ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് നമ്മളാണ് അത് സൗഖ്യമാക്കാൻ 4 പേരിൽ ഒന്ന് പിടിക്കാൻ വിളിച്ചാൽ ഇവനെ അഹങ്കാരിയാണ്, ഇവനെ കാലില്ലാഞ്ഞിട്ട് തന്നെ ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന കേട്ടായിരിക്കാൻ പറ്റത്തില്ല, ഇനി കാലൂടെ കൊടുക്കാൻ പോവാ. നമ്മൾ ഓൾറെഡി അതിനൊക്കെ ഇവൻ എങ്ങനെയാണെന്നുള്ളതല്ല, അവർ മനസ്സിലാക്കി ഇവനും ഞങ്ങളുടെ കൂടെ ഇരിക്കേണ്ടവനാണ്. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ കിടക്കേണ്ടവനല്ല, ഇവനും ഇരിക്കേണ്ടവനാണ്, ഇവനും ഞങ്ങളോടൊപ്പം നടക്കേണ്ടവനാണ്. ആ ബോധ്യം മറ്റൊരാളെ പറ്റി ഉണ്ടായപ്പോഴാണ് ഹീലിംഗ് ഉണ്ടായത്. ആ ഹീലിംഗ് ആണ് യേശുവിൻ്റെ അടുക്കൽ അയച്ചത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ധൈര്യത്തോടെ യേശുവിൻ്റെ അടുക്കൽ വരാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ പക്ഷപാതക്കാരനെയും യേശുവിനെയും മാത്രമല്ല 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് അവരോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. പക്ഷപാതക്കാരനായിട്ട് വീട്ടിലേക്ക് പോകാനല്ല, എപ്പോഴും പക്ഷപാതം പിടിച്ച വീടിൻ്റെ സിസ്റ്റമുണ്ട്. വി ഹാവ് ടു ചേഞ്ച്. എന്താണ്? നടക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, കൈ പറയുന്ന പോലെ കാല് ചെയ്യുന്നില്ല, തലച്ചോറ് പറയുന്ന പോലെ ചിന്തിക്കുന്നില്ല, ഹാൻഡിക്യാപ്ഡാണ്. പല ഭവനങ്ങളോടും ദൈവം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റത്തെ മാറ്റാൻ തക്കവണ്ണം കിടക്ക എന്ന് പറഞ്ഞ് ഇവിടെ ഉപയോഗിച്ചിട്ട് 2 വാക്കാണ്. ചൈൽഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മൈ സൺ.
Jesus considered the paralytic man as his own child. അവൻ്റെ വീട്ടിലെ ആളുവിനെ പോലെ കാണുകയാണ്, അവൻ്റെ സ്വന്തം ബീയിങ്ങിനെ പോലെ കാണുകയാണ്. The fourth person considered this poor man as a part of their being. The same time Jesus considered this person as his own child. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഈ സമൂഹം അവനെ സ്വന്തം എന്ന് കണ്ടപ്പോൾ യേശു അവനെ വിളിച്ചു മോനെ എന്ന് പറഞ്ഞു. ഈ ചുങ്കക്കാരനായ സക്കായിയുടെ എല്ലാവരും വായിക്കുന്നതാണല്ലോ. ചുങ്കക്കാരനായ സക്കായിയോട് എന്താ പറഞ്ഞേ? ഇവനും അബ്രഹാമിൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ ദ പാർട്ട് ഓഫ് ദ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി. ദ അബ്രഹാം ഈസ് എ റിലീജിയസ് ലീഡർ മോർ ദാൻ ദ കമ്മ്യൂണിറ്റി ലീഡർ. നീ ഈ സമൂഹത്തിൻ്റെ മകനാകണമെങ്കിൽ നിൻ്റെ വീട്ടിൽ ഞാനും ഇവരുമെല്ലാം നിൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണ്. ഈ 4 പേര് ഇവരുടെ ബീയിങ്ങിൻ്റെ പാർട്ടായിട്ട് ഇവനെ കണ്ടപ്പോൾ യേശുവിനെ വിളിക്കാണ് മൈ സൺ, നിനക്ക് സൗഖ്യമാകാനായിട്ട് സാധിക്കും. അപ്പോൾ നീ എന്ത് ചെയ്യണം? യു ട്രൈ യുവേഴ്സസ്, നിൻ്റെ കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. ബത്സയിദ കുളക്കരെ കടന്നവനോടും പറഞ്ഞു കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാം. ഇവിടെയും പറഞ്ഞു കിടക്കെടുത്ത് വീട്ടിലേക്ക് നടക്ക എന്ന് പറഞ്ഞു. ദിസ് മാറ്റ് ഈസ് ഒരു സ്പെഷ്യൽ മാറ്റാണ്. ഇത് പൂറായിട്ടുള്ള വളരെ പാവങ്ങളായിട്ടുള്ള പാലസ്തീനിലെ ആളുകൾ ഉപയോഗിക്കുന്ന മാറ്റാണ്. വളരെ റൂം കുറഞ്ഞ വീടുകളിൽ ചുരുട്ടി വെക്കാവുന്ന തരത്തിലുള്ള മാറ്റാണ്. എവിടെങ്കിലും പോകുമ്പോൾ ഷൂട്ട് കേസ് പോലെ കൊണ്ടുപോകുന്ന മാറ്റാണ്. പാവങ്ങളുടെ കിടക്കയാണ്. സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ എപ്പോഴും നമ്മുടെ സാഹചര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. എന്നാൽ കർത്താവ് പറയാണ് എങ്ങനെയാണ് നിനക്ക് സൗഖ്യമാകുന്നത്? നിൻ്റെ സാഹചര്യത്തെ നിനക്ക് മാറ്റാനായിട്ട് സാധിക്കണം. നിൻ്റെ സൊസൈറ്റികൾ നിനക്ക് തന്ന മാർക്കിനെ നിനക്ക് മാറ്റാനായിട്ട് സാധിക്കണം. നമുക്ക് ഒരു രോഗമോ ഒരു ഭാരമോ ഒരു നിരാശയോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ അങ്ങ് സ്റ്റിഗ്മ പോലെ തൂങ്ങിക്കിടക്കും. ഓ എന്നെ കൊണ്ട് കൊള്ളുകയില്ല, എന്നെ മറ്റുള്ളവർ മോശമായിട്ടായിരിക്കും പറയുന്നത്, എനിക്ക് കഴിവില്ല, ഞാൻ പോരാ. നോ, അങ്ങനെയല്ല. എപ്പോഴാണ് നിനക്ക് ഹീലിംഗ് ആകുന്നത്? നീ അതിനെ ചേഞ്ച് ചെയ്യുമ്പോഴാണ്, എൻകൗണ്ടർ ചെയ്യുമ്പോഴാണ്, അതിനോട് സഹിക്കുമ്പോഴാണ് എന്നാണ്. യേശു അവനെ വീട്ടിലേക്ക് വിട്ടു. അവൻ്റെ വീട് ഇപ്പോൾ സന്തോഷത്തിൻ്റെ വീടായി. പക്ഷെ ഒരു രോഗം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രതിസന്ധി രോഗം വരുന്ന ആളിന് മാത്രമല്ല കൂടെയുള്ള ആളുകൾക്കുമാണ്. ഒരു വീട്ടിലൊരു പ്രതിസന്ധി വരുമ്പോൾ ആ വീട്ടിലെ ആളുകൾ മാത്രമല്ല അനുഭവിക്കുന്നത്, അതിനോട് ചേർന്ന് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ 4 പേർക്ക് ഇവൻ്റെ പക്ഷപാതം അവർക്കൊരു വേദന ഉണ്ടാക്കാൻ കാര്യം? അവർ മനസ്സിലാക്കി, ഈ 4 പേര് മനസ്സിലാക്കി ഇവൻ്റെ പക്ഷപാതം ഞങ്ങളുടെ കൂടെ പ്രശ്നമാണ്. അങ്ങനെ എപ്പോഴൊരു കമ്മ്യൂണിറ്റി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പള്ളിയിൽ ഒരാൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഒരു വീടിനൊരു സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ, ഒരാൾക്ക് ചില സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ, ഒരു മാർക്കുണ്ടെങ്കിൽ, ഒരു ഭാരമുണ്ടെങ്കിൽ അതെൻ്റെ തന്നെ ഭാരമാണെന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമേ യേശുവിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ, ഹീലിംഗ് ഉണ്ടാകുകയുള്ളൂ. ദിസ് മെഡിറ്റേഷൻ ഇൻ ദ മിസ്റ്റ് ഓഫ് ഗ്രേറ്റ് ലെൻഡൻ സീസൺ ഇൻവൈറ്റ് ഓൾ ഓഫ് us to part of the community to enter in the healing process of Jesus. അതുകൊണ്ടാണ് we are selecting the theme രുചി വെടിയു രുചി പകരൂ, give up taste and give taste. When I get sweet, എപ്പോഴാണ് എനിക്ക് മധുരം കിട്ടുന്നത്? when I give the taste to other. മറ്റുള്ളവർക്ക് രുചി കൊടുക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് രുചി കൊടുക്കുമ്പോഴാണ് എനിക്ക് സൗഖ്യം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ പോർഷൻ. പ്രിയപ്പെട്ടവരെ, ജീസസ് ഈസ് ഇൻവൈറ്റിംഗ് ഓൾ ഓഫ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹീലിംഗ് പ്രോസസ് ഓഫ് ദ കമ്മ്യൂണിറ്റി വിത്ത് ജീസസ്. യേശുവിനോടൊപ്പം സൗഖ്യദായക പ്രസ്ഥാനത്തിൽ വളരാനാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഐ ആം പ്രൗഡ് ഓഫ് ദിസ് ചർച്ച്. ദ ലാസ്റ്റ് 1 year എത്രയോ പേരെയാണ് നമ്മൾ സൗഖ്യത്തിൻ്റെ പ്രോസസ്സിലേക്ക് നയിച്ചിരിക്കുന്നത്. അറിയാതെ തന്നെ എത്രയോ പേരെ സൗഖ്യത്തിൻ്റെ പ്രോസസ്സിലേക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സഹായിച്ചു. ദ ലാസ്റ്റ് 2012 we are collected and give $178,000 as a charity to India. $178,000 ആണ് ഈ ഇടവകയിൽ നിന്നും ഒരു സൗഖ്യദായ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തത്. അതിൽ കൂടുതൽ കൊടുത്തവരുണ്ട്, ചെറുതായിട്ട് കൊടുത്തവരുണ്ട്. യു ആർ ദ പാർട്ട് ഓഫ് ദ ഹീലിംഗ് പ്രോസസ്. അതിനകത്ത് അഭിമാനം കൊള്ളണം. എനിക്ക് സാധിക്കുന്നത് അതാണ്. എന്നാൽ അതൊരു ചെറിയ കൈ ഒരു കാലത്ത് കൊടുക്കുമ്പോൾ, ഒരു കാര്യത്തിൽ കൊടുക്കുമ്പോഴാണ്
ഇത് മാത്രമല്ല, സമയത്തിൻ്റെ സാഹചര്യം കൊടുക്കാൻ സാധിക്കും, മാനസികമായ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഹീലിംഗ് പ്രോസസ്സിൽ പ്രവേശിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ കിടക്ക് എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. ഇത് ജീസസ് ടച്ച് നോട്ട് ഓൺലി ദ പാരലിറ്റിക് മാൻ, ബട്ട് ഹി ടച്ച് ദറ്റ് ഹോം. ആ വീടിനെ ആണ് തൊട്ടത്. അവൻ്റെ എൻ്റയർ ദ കമ്മ്യൂണിറ്റി എൻജോയ്ഡ്, ദെൻ the entire family enjoyed. യേശു വീട്ടിൽ സൗഖ്യമാക്കുമ്പോൾ എല്ലാവരുമാണ് സൗഖ്യം അനുഭവിക്കുന്നത്. ആ സൗഖ്യത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാമോ? ആ പക്ഷപാതക്കാരൻ്റെ വീട്ടിലെ സന്തോഷം നിങ്ങൾക്ക് കേൾക്കാമോ? പക്ഷപാതക്കാരൻ്റെ വീട്ടിലെ ചിരി നിങ്ങൾക്ക് കേൾക്കാമോ? ആ പക്ഷപാതക്കാരൻ്റെ വീട്ടിലെ മക്കളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം കേൾക്കാമോ? എൻ്റെ അപ്പൻ ഇന്നലെ വരെയും കിടക്കുന്നിടത്ത് കിടക്കുകയായിരുന്നു. ഇന്നവന് അവൻ്റെ കിടക്ക് എടുത്ത് നടക്കാനുള്ള ട്രാൻസ്ഫോർമേഷൻ ലഭിച്ചു. He got a moral courage from a great guru with the help of the community. പലർക്ക് നേഴ്സിങ്ങിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. പല നേഴ്സിംഗ് കുഞ്ഞുങ്ങളും പഠിച്ച് മിടുക്കരായി ഓരോ രാജ്യത്ത് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ പലരും അവരോർത്തില്ലേ തന്നെ അയൽവക്കക്കാരോ നാട്ടുകാരോ പറയും, നിങ്ങളുടെ പള്ളിയിൽ നിന്ന് സഹായിച്ചതുകൊണ്ടാണ് ആ കൊച്ചിൻ ഈ പള്ളിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. We can see the enjoyment, the delight of the community, the family. എത്ര സന്തോഷമാണ്. അതുകൊണ്ട് ദൈവം സന്തോഷിക്കുകയാണ്, സ്വർഗം സന്തോഷിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, ദിസ് ചർച്ച് ഷുഡ് ബി എ മിഷനറി ചർച്ച്. ഈ ചർച്ച് ഒരു മിഷണറി ചർച്ചാണ്. ഈ ചർച്ച് ഒരു മിഷണറി ചർച്ച് ആകുമ്പോൾ മറ്റുള്ളവരുടെ പെരയ്ക്കകത്ത് സന്തോഷം അലതല്ലുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പേരറിയാത്ത എത്രയോ പേരാണ് സന്തോഷങ്ങളുടെ പട്ടികയിലേക്ക് വരുന്നത്. എത്രയോ ആളുകളാണ് സന്തോഷത്തിലേക്ക് വരുന്നത്. കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടവർ, ഹാർട്ട് പ്രതിസന്ധിയുള്ളവർ, ക്യാൻസറിൻ്റെ അസുഖത്താൽ ഭാരപ്പെടുന്നവർ, ചികിത്സയ്ക്ക് സഹായം ലഭിക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം എത്ര വലുതാണ്. അവരറിയുന്നില്ല ഒരു പക്ഷേ ഇമ്മാനുവലിലെ ആളാണ് കൊടുത്തത്, പക്ഷേ അവരുടെ സന്തോഷം മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്രീസ്. ഫർദർ മോൾ, നിങ്ങൾ ആ സന്തോഷത്തിലേക്ക് ഇനിയും പ്രവേശിച്ചുകൊണ്ടേയിരിക്കണം. എൻ്റെ ആയുസ് തരുന്നിടത്തോളം മറ്റുള്ളവരുടെ മുഖത്ത് ചിരി വരുവാൻ എന്തൊക്കെ ഞാൻ ചെയ്യുമോ, സന്തോഷം വരുത്തുവാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ഞാൻ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കുഞ്ഞുങ്ങളോട് പറയണം. മക്കളെ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിതാവിനോടും മാതാവും പറയണം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യം. ഞാൻ ജീവിക്കുന്നതോടൊപ്പം മറ്റൊരു അണ്ടർ പ്രിവിലേജ് ആയിരിക്കുന്നവനും ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നതാണ് വലിയ സന്തോഷം. ഇവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അവൻ്റെ വീടിൻ്റെ എൻ്റയർ സിസ്റ്റം മാറി. അവൻ്റെ വീട് സന്തോഷിക്കുകയാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പോടുകൂടെ. യേശുവിനോടൊപ്പം മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ഈ ഇമ്മാനുവേലിടവേ ദൈവം പുതിയ 2013 വിളിക്കുകയാണ്. ടേക്ക് എ ഡിസിഷൻ. 2 തരത്തിൽ പ്രതികരിക്കാം. 1, നിസ്സംഗതയോടെ കേട്ടിട്ട് പോകാം. 2, എനിക്കുള്ളതിൽ നിന്നും ഞാൻ മറ്റുള്ളവരുടെ ചിരിക്കായി സന്തോഷത്തിനായി ഞാൻ മാറ്റിവെക്കും. എൻ്റെ ശമ്പളത്തിൽ നിന്നും എനിക്കുള്ള ചെറിയ വരുമാനത്തിൽ നിന്നും ഞാൻ കൊടുക്കും. അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അനുദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം.